بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد മാപ്പിള മഹാകവി മർഹൂം മോഹിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിലെ ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യരായ ബദരിയുകളെ പറ്റി അല്പം സംസാരം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലിരിക്കെ അവിടുത്തെ ഖുറൈശികളുടെ മക്കാ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കവയ്യാതെ ഇതാ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് ശേഷം സ്വഹാബാ കിറാമുമായുള്ള ആ ഹിജ്റയ്ക്ക് ശേഷവും മക്കാ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള ശല്യങ്ങൾക്ക് അറുതിയുണ്ടാകുന്നില്ല. എത്രത്തോളം എന്നാൽ മക്കയിൽ അന്ന് മുസ്ലിങ്ങൾ വിട്ടേച്ചു പോന്നിട്ടുള്ള തങ്ങളുടെ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് മക്കയിലെ മുശ്രിക്കുകൾ ഇതാ ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല, ആ കച്ചവടത്തിൽ ലാഭം കൊയ്തുകൊണ്ട് ഇവർ മക്കയിലേക്ക് തിരിച്ചു വരുന്ന വിവരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. തങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി സ്വഹാബാ കിറാം മുസ്ലിം സംഘത്തെ കൂട്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് അടുക്കുകയാണ്. ബദറിലേക്ക് എത്തി. ഇതാ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. അവിടുന്ന് ആ ബദറിന്റെ ഭൂമികയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തടാകം നിർമ്മിക്കുന്നു. തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കണമല്ലോ, ബഹുമാന്യരായ സ്വഹാബാ കിറാമിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കണമല്ലോ. ആ തടാകം ഉണ്ടാക്കി. കുറച്ച് സമയത്തിന് ശേഷം ഖുറൈശി സംഘത്തിൽ നിന്നൊരാൾ കടന്നു വരുന്നു. ആരാണത്? അതാ ഹക്കീം കടന്നു വരികയാണ്. ഇത് കണ്ട സ്വഹാബാ കിറാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അതാ വരുന്നു, ആരോ വരുന്നുണ്ടല്ലോ, അയാളെ തിരിച്ചു പറഞ്ഞയക്കേണ്ടതില്ലല്ലോ. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിവചനം വേണ്ട, അത് ഹക്കീമാണ്. ഹക്കീം നമ്മൾ മക്കയിലുണ്ടായിരിക്കെ നമ്മെ സഹായിച്ചതാണ്. ഹക്കീം ഒരു സാധുവാണ്, അയാൾ വെള്ളമെടുത്തു പോയിക്കൊള്ളട്ടെ. അല്പസമയത്തിന് ശേഷം മറ്റൊരാൾ കടന്നു വരുന്നു. അസ്വദ് എന്തിനാണ് കടന്നു വരുന്നത്? അസ്വദ് ഇതാ ചാടി വീഴുന്നു. അരിഹംസ ചാടിയടുത്തുടൻ ആരടാ ശുചിത്വത്തിൽ നീണ്ടു കുടിപ്പവൻ ജ്ഞാനമുറ്റ നബിയുന അമറിയണ്ടി ഹൗലോടടുപ്പതാ ഞാനിരിക്കവെ ജിന്നുമേ സിലും നക്കതിക്കലുമില്ലവേ ആനഫോദസദുല്ലില അരിഹംസ ചാടിയടുത്തുടൻ ആരടാ ശുചിത്വത്തിൽ ഹൗലിൽ നീണ്ടു കുടിപ്പവൻ ജ്ഞാനമുറ്റ നബിയുന അമറിയണ്ടി ഹൗലോടടുപ്പതാ ഞാനിരിക്കവെ ജിന്നുമേ സിലും നക്കതിക്കലുമില്ലവേ. ധീരനുമായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഇതാ ചാടി വരികയാണ്. അസ്വദിനെതിരെ ചാടി വരുന്നു. ആരടാ വരുന്നത്? ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഈ തടാകത്തിനടുത്തേക്ക് ആരടാ വരുന്നത്? നേരത്തെ ഹക്കീം വന്നതുപോലെ അല്പം വെള്ളമെടുത്തു കൊണ്ടുപോകാനാണോ അസ്വദിന്റെ വരവ്? അല്ല, അല്ല. എന്നാൽ എന്തിനാടാ നീ വരുന്നതെന്ന ചോദ്യത്തിന് അസ്വദിന്റെ മറുപടി ഇങ്ങനെ, എനിക്ക് ഈ തടാകം തച്ചു തകർക്കണം, എനിക്ക് ഈ തടാകം തകർത്തു തരിപ്പണമാക്കണം. എന്നാൽ ഇതിനുണ്ടോ? മുസ്ലിം സംഘം സമ്മതിക്കുന്നു? ഇല്ല, മുസ്ലിം സംഘം സമ്മതിക്കില്ല. തുടർന്ന് ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവും അസ്വദും തമ്മിൽ നീണ്ടൊരു വാഗ്വാദം നടക്കുകയാണ്. ഈ നീണ്ട വാഗ്വാദത്തിന് ശേഷം ഇതാ ബദർ ഭൂമിക ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് സാക്ഷിയാകുന്നു. ബദർ രണാങ്കണം ഇതാ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് സാക്ഷിയാകുന്നു. ഒടുവിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ വെട്ടിന് അസ്വദ് നിലത്ത് കിടക്കുന്നു. അസ്വദ് അന്ത്യശ്വാസം വലിക്കുന്നു. തങ്ങളുടെ പോരാളിയായ, തങ്ങളുടെ കൂട്ടത്തിലെ വില്ലാളി വീരനായ അസ്വദാണ് നിലത്ത് കിടക്കുന്നത്. ഖുറൈശികൾക്ക്, മക്കാ മുശ്രിക്കുകൾക്ക് ഇത് സഹിക്കുമോ? ഇല്ല. അവരിതാ ശത്രുക്കളെ, അവരിതാ തങ്ങളുടെ ആളുകളെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞയക്കുകയാണ്. മുസ്ലിം സംഘത്തിനെതിരെ പോരടിക്കാൻ വേണ്ടി വരുന്ന ഈ സംഘത്തെ കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിലിരിക്കുന്ന സഹാബയോട് പറയുന്നു, ഓ സഹാബ, ഓ അൻസാർ, നമുക്കെതിരെ വരുന്ന ഇവരെ പ്രതിരോധിക്കാൻ നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ മുഹാജിറുകളായ ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൻസാറുകളെ പറഞ്ഞയക്കുന്നത്. ഇത് കണ്ടിട്ട് ഖുറൈശി ആക്രോശിക്കുന്നു. ആർക്ക് വേണം അൻസാറുകളെ? ഞങ്ങൾക്ക് വേണ്ടത് മുഹാജിറുകളെയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലെത്തി ഞങ്ങൾക്കെതിരെ പോരടിക്കുന്ന നിങ്ങൾ മുഹാജിറുകൾ എന്ന് വിളിക്കുന്ന ആളുകളില്ലേ, അവരെ ഞങ്ങൾക്കെതിരെ പോരടിക്കാൻ വിടൂ എന്ന് പറഞ്ഞപ്പോൾ
മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മോണ്ട് സിംഹരാം മുന്നിലെ ഹുബൈദത്തും ബിൻ ഹംസയും വഹൈദറ ജിഹാബികത്ത് രണ്ട് സോഫിയടക്ക് ചെണ്ട് ഹാലിറാം ജീർമതം തിരഞ്ഞുകൊണ്ട് ചാടിയന്ത് കാഫിറാം മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മോണ്ട് സിംഹരാം മുന്നിലെ ഹുബൈദത്തും ബിൻ ഹംസയും വഹൈദറ ജിഹാബികത്ത് രണ്ട് സോഫിയടക്ക് ചെണ്ട് ഹാലിറാം ജീർമതം തരുത്തുകൊണ്ട് ചോട് അന്ത് ഹാലിറാം മുശ്രിക്കുകളുടെ വെല്ലുവിളി സ്വഹാബയെ കിറാം സധൈര്യം സ്വീകരിക്കുകയാണോ? ആരാണ് മുസ്ലിം സംഘത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നത്? ബില്ലാളി വീരന്മാരായ ഖേമന്മാരായ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉബൈദ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ മൂന്ന് പേരും സർവം ത്യജിച്ച് എല്ലാത്തിനും വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ട് മുന്നോട്ട് വരികയാണോ? ഇവർക്കെതിരെ പോരടിക്കാൻ ഖുറൈശി സംഘത്തിൽ നിന്ന് മൂന്ന് പേർ വരുന്നു. ഉത്ബ, ശൈബ, വലീദ്. ഈ മൂന്ന് പേരും യുദ്ധത്തിനൊരുങ്ങി വരികയാണ്. നേരത്തെ നടന്നതുപോലെ ദീർഘമായൊരു വാഗ്വാദം ഇവർക്കിടയിൽ നടക്കുന്നു. ഈ വാഗ്വാദം നീണ്ടു 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 മറ്റൊരു യുദ്ധത്തിന്, ദ്വന്ദ്വ യുദ്ധത്തിന്, മറ്റൊരു സംഘടനത്തിന് ഇതാ ബദർ ഭൂമി സാക്ഷിയാകാൻ പോകുന്നു. അന്നേരം മുസ്ലിം സംഘത്തിൽ നിന്ന് തക്ബീറിന്റെ മുഴക്കം, തക്ബീറിന്റെ മുഴക്കം, തക്ബീറിന്റെ മുഴക്കം. അതാ മൂന്ന് സഹാബാക്കൾ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഉബൈദ റളിയല്ലാഹു അൻഹുവും യുദ്ധത്തിന് വേണ്ടി പോരടിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് കേൾക്കൂ കൂട്ടരെ. ഇരുപുറം തയ്യാറിനാൽ നിലക്കവേ ഹംസ ശൈബത്തുമായി തിരിക്കവേ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവേ ഒരു വെട്ട് കൊടയുടനെ തടുക്കവേ ഇരുപുറം തയ്യാറിനാൽ നിലക്കവേ ഹംസ ശൈബത്തുമായി തിരിക്കവേ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവേ ഒരു വെട്ട് കൊടയുടനെ തടുക്കവേ മട്ടിക്കോട് ശൈബത്തേക കുത്തി താനു ശുദ്ധി തേറി ഹംസ പാടകടത്താൻ അടിത്തിട്ടോനെടുത്ത് തടവോടു നീട്ടും അടവോടു ചാട്ടും തടമിട അടൽ കൊടുത്തുറമിന കടുകട തരിപെടും പിന്നെ പോലെ പാടും എത്തിരെ ചോട്ടുരത്തയിൽ കഷണമാ. യുദ്ധം കനക്കുന്നു, രംഗങ്ങൾ വഷളാകുകയാണ്. അതിനിടക്കാണ് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു. പിറകോട്ട് ചെന്ന് നോക്കുകയാണ് സ്വഹാബ. ചെന്ന് നോക്കുമ്പോഴാണ് ദയനീയ രംഗം കാണുന്നത്. കൂട്ടത്തിൽ കുറച്ചൊക്കെ പ്രായം തോന്നിക്കുന്ന ബഹുമാനരായ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവുമായുള്ള ദന്തയുദ്ധത്തിലല്ലേ, ഈ ദന്തയുദ്ധത്തിൽ പരസ്പരം വെട്ടേറ്റ് ഏറെ പരിക്കേറ്റ് കിടക്കുകയാണ്. ബഹുമാനരുടെ കാലിന് വെട്ടേറ്റിരിക്കുന്നു, ആകെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. ഇത് കണ്ട് ബഹുമാനരായ സ്വഹാബ കിറാം ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി പുകിന്താറിരുഫേരും അതീശണത്തിൽ ഫുകയും ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചുരിന്ത് വരും ഭാഷി കൊശോകൈതമ്മ പുകിന്താറിരുഫേരും അതീശണത്തിൽ ഫുകയും ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചുരിന്ത് വരും ഭാഷി കൊശോകൈതമ്മ. കാലിന് വെട്ടേറ്റിട്ടാണ് ബഹുമാന്യരായ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബ കിറാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപാടെ രംഗബോധമില്ലാതെ ഉബൈദ തങ്ങൾ കരയുകയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കാലിന് മാത്രമേ വെട്ടേറ്റിട്ടുള്ളൂ നബിയെ. എനിക്കെങ്ങനെയാണ് ബദരീകളുടെ സംഘത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക? എനിക്കെങ്ങനെയാണ് ആ സാർത്ഥക സംഘത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക? ഈ വിഷമം കേട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സമാധാനിപ്പിക്കുന്നു. ഉബൈദ, നിനക്ക് ആ സംഘത്തിൽ അംഗത്വമുണ്ട് ഉബൈദ. നോക്കൂ, ഉബൈദ തങ്ങളടക്കമുള്ള സ്വഹാബാ കിറാം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചു തന്ന ഇസ്ലാം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ഇസ്ലാം, ഇത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്നത് നമ്മുടെ കടമയാണ്. അസ്തിത്വം വീണ്ടെടുത്ത് ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദ്രികളുടെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.